+2 എക്കണോമിക്സിലെ മൈക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്ററാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഇതിൽ ഫസ്റ്റ് വൺ പറയുന്ന യൂട്ടിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂട്ടിലിറ്റി ഈസ് ദ വൺ സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമ്മോഡിറ്റി ഓർ സർവീസസ്. അതായത് ഒരു കമ്മോഡിറ്റീസ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ടൈമിൽ അതിന് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫൈയിങ് പവർ ഉണ്ടാവുമല്ലോ. അതായത് ഒരു സാധനം കഴിക്കുന്ന ടൈമിൽ നമുക്ക് അതിൽ നിന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതിൻ്റെ ആ പവറിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. 3 തരത്തിലാണ് നമ്മൾ യൂട്ടിലിറ്റി മെഷർ ചെയ്യാറ്. 3 അപ്രോച്ചസ് ആണ് അതിനെ ബേസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തത്. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, റിവീൽഡ് പ്രിഫറൻസ്, ഹൈപ്പോത്തസിസ്. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, അതായത് JR ഹിഗ്സ് ഡെവലപ്പ് ചെയ്ത ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചാണ് പഠിക്കാനുള്ളത്. ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അതിൽ പഠിക്കുന്നത് ബഡ്ജറ്റ് ലൈൻ എന്താ, ഇൻഡിഫറൻസ് കർവ് എന്താ, ഈ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും വെച്ചിട്ട് കൺസ്യൂമർ എങ്ങനെ ഇക്വിലിബ്രിയത്തിലാവുന്നത്, ഈ 3 കാര്യങ്ങളാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ബഡ്ജറ്റ് ലൈൻ. ഒരു ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ബഡ്ജറ്റ് ലൈൻ ഈസ് ദ ലോക്കസ് ഓഫ് പോയിൻറ്റ്സ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് 1 ആൻഡ് ഗുഡ് 2 വിച്ച് കോസ്റ്റ് എക്സാക്ട്ലി ഈക്വൽ ടു ഇൻകം. അതായത് ഒരു ബഡ്ജറ്റ് ലൈനിലുള്ള ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്ന ഗുഡ് 1ൻ്റെയും ഗുഡ് 2ൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും. ആ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ 2 ഗുഡ്സുകളുടെയും കോസ്റ്റ് ഈക്വൽ ടു എന്തായിരിക്കണം? ഈക്വൽ ടു ഇൻകം. ഇതാണ് ബഡ്ജറ്റ് ലൈൻ. ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ P1 x1 പ്ലസ് P2 x2 ഈക്വൽ ടു M ആണ്. ഇവിടെ P1 എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ഗുഡ് 1, P2 എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ഗുഡ് 2 ഈക്വൽ ടു M എന്ന് പറഞ്ഞാൽ ഇൻകം. അപ്പം പ്രൈസ് 1ഉം പ്രൈസ് 2ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇൻകത്തിന് ഈക്വൽ ആയിരിക്കണം. സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ ഈക്വൽ ടു -P1/P2 ആണ്. അതായത് ഗുഡ്സ് 1ൻ്റെ പ്രൈസ് ബൈ ഗുഡ്സ് 2ൻ്റെ പ്രൈസ്. അതാണ് എന്ത്? സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ -P1/P2. മൈനസ് നോക്കാം. പിന്നെ താഴെ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ലൈൻ്റെ ഒരു എക്സാമ്പിളാണ് തന്നിട്ടുള്ളത്. അതായത് ചീസ് എന്ന ഗുഡ്സിൻ്റെയും ബിസ്ക്കറ്റ് എന്ന ഗുഡ്സിൻ്റെയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ്റെ ഒരു ബഡ്ജറ്റ് ലൈനാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ബഡ്ജറ്റ് ലൈനിൽ ഷിഫ്റ്റുകൾ സംഭവിക്കും, ചേഞ്ചസ് സംഭവിക്കും. എപ്പോഴാണ് ചേഞ്ചസ് സംഭവിക്കുന്നത്? 2 കേസിലാണ്. നമ്മൾ പറഞ്ഞെന്താ? പ്രൈസും ഉണ്ട്, ഇൻകം ഉണ്ട്. ആദ്യം പ്രൈസിൽ ചേഞ്ചസ് സംഭവിച്ചു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ലൈനിൽ ചേഞ്ചസ് സംഭവിക്കും. പിന്നെ ഇൻകത്തിൽ ചേഞ്ചസ് സംഭവിച്ചു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ലൈനിലും ചേഞ്ചസ് സംഭവിക്കും. ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ചേഞ്ചസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് എക്സ്. അതായത് പ്രൈസ് ഗുഡ്സിൻ്റെ പ്രൈസിൽ ചേഞ്ചസ് സംഭവിച്ചാൽ എന്താണ് ബഡ്ജറ്റ് ലൈനിൽ ഷിഫ്റ്റ് ഉണ്ടാവാന്നാണ് പറയുന്നത്. വെൻ പ്രൈസ് ഓഫ് ഗുഡ്സ് എക്സ് ഇൻക്രീസസ്, ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിച്ചു? BA1ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഗ്രാഫ് കാണിച്ചു തരാം. പിന്നെ വെൻ പ്രൈസ് ഓഫ് ഗുഡ്സ് എക്സ് ഡിക്രീസിങ്, BA ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ടു BA2. അപ്പോൾ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്വേർഡ് റൈറ്റിലേക്കും ഡിക്രീസ് ചെയ്യാൻ ലെഫ്റ്റിലേക്കും ഷിഫ്റ്റ് സംഭവിക്കും. അതായത് നിങ്ങൾക്ക് ഈ ഗ്രാഫ് നോക്കാം. BA എന്ന് പറയുന്നതാണ് എന്ത്? ബഡ്ജറ്റ് ലൈൻ. നിങ്ങളുടെ ഇൻകം കൂടി, A എന്നുള്ള ഇൻകം A1 ആയിട്ട് പ്രൈസ് കൂടി, ഗുഡ്സിൻ്റെ പ്രൈസ് കൂടാണ് ചെയ്യുന്നത്, ഇൻകം അല്ല പ്രൈസാണ് കേട്ടോ. അപ്പം BA എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റ് ലൈൻ. A എന്നുള്ള പ്രൈസിൽ നിന്നും ഗുഡ്സ് എക്സിൻ്റെ പ്രൈസ് എത്രയിലേക്ക് ഇൻക്രീസ് ചെയ്തു? A എന്നുള്ളത് A1 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ BA എന്നുള്ള ബഡ്ജറ്റ് ലൈൻ BA1 ആയിട്ട് മാറി. ഇനി നിങ്ങളുടെ പ്രൈസ് എന്തായി? A എന്നുള്ളത് A2 ആയിട്ട് കുറഞ്ഞ ടൈമിൽ എന്തായി? BA എന്നുള്ള ബഡ്ജറ്റ് ലൈൻ BA2 ആയിട്ട് കുറഞ്ഞു. ഇങ്ങനെ ഗ്രാഫ് വെച്ചിട്ടാണ് നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇതാണ് പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചസ്. അത് കാരണത്താൽ ബഡ്ജറ്റ് ലൈനിൽ ഉണ്ടാകുന്ന ചേഞ്ചസും. ഇനി സെക്കൻഡ് വൺ പറയുന്നത് ചേഞ്ചസ് ഇൻ ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. കൺസ്യൂമറിൻ്റെ ഇൻകത്തിൽ ചേഞ്ചസ് സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബഡ്ജറ്റ് ലൈനിൽ ചേഞ്ചസ് സംഭവിക്കുന്നത്? വെൻ കൺസ്യൂമർ ഇൻകം ഇൻക്രീസിങ്, ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ടു അപ്വേർഡ്. അതായത് നിങ്ങളുടെ ബഡ്ജറ്റ് ലൈൻ കൺസ്യൂമറിൻ്റെ ഇൻകം കൂടുന്ന ടൈമിൽ ഗുഡ്സുകളുടെ പ്രൈസും കൂടും. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ എന്ത് ചെയ്യും? അപ്വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. AB എന്നുള്ളതാണ് നിങ്ങളുടെ നോർമൽ ബഡ്ജറ്റ് ലൈൻ. നിങ്ങളുടെ ഇൻകം കൂടിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? AB എന്നുള്ള ബഡ്ജറ്റ് ലൈന് A1 B1 എന്ന് പറഞ്ഞ അപ്വേർഡ് ബഡ്ജറ്റ് ലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി നിങ്ങളുടെ വെൻ കൺസ്യൂമേഴ്സ് ഇൻകം ഡിക്രീസിങ്, ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ടു ഡൗൺവേർഡ്. അതായത് AB എന്ന് പറഞ്ഞ ബഡ്ജറ്റ് ലൈന് ഡൗൺവേർഡിലേക്ക് A2 B2ലേക്ക് നിങ്ങളുടെ ഇൻകം കുറയുന്ന ടൈമിൽ ഷിഫ്റ്റ് സംഭവിച്ചു. ഇതാണ് ചേഞ്ചസ് ഇൻ ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? ബഡ്ജറ്റ് ലൈൻ, ഇൻഡിഫറൻസ് കർവ്, അത് രണ്ടും വെച്ച് കൺസ്യൂമർ ഇക്വിലിബ്രിയം. ബഡ്ജറ്റ് ലൈൻ നമ്മൾ പറഞ്ഞു, ചേഞ്ചസും പറഞ്ഞു. ഇനി അടുത്ത ഇൻഡിഫറൻസ് കർവ്.
ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിഫറൻസ് കർവ് ഈസ് ദ ലോക്കസ് ഓഫ് പോയിൻറ്റ്സ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ടു goods 1 and goods 2 which give the consumer the same level of satisfaction. അതായത് രണ്ട് ഗുഡ്സുകൾ തമ്മിലുള്ള കോമ്പിനേഷൻ തന്നെയാണ് ഇതിലും കാണിക്കുന്നത്, ഇൻഡിഫറൻസ് കർവിലും കാണിക്കുന്നത്. പക്ഷേ പോയിൻറ്റ്സിൻ്റെ കോമ്പിനേഷൻ കാണിക്കുന്നത് എന്താണ്? സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ബജറ്റാണ് നമ്മൾ പറഞ്ഞാൽ എന്താ? ഈക്വൽ ടു ഇൻകം ആയിരുന്നു. ഇവിടെ പറയുന്നത് എന്താ? സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് രണ്ട് ഗുഡ്സുകൾ തമ്മിലുള്ള കോമ്പിനേഷൻ കാണിക്കുന്നത്. സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഈക്വൽ ടു MRS. MRS എന്ന് പറഞ്ഞാൽ എന്താ? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈക്വൽ ടു ഡെൽറ്റ x2 ബൈ ഡെൽറ്റ x1. സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഡെൽറ്റ x2 ബൈ ഡെൽറ്റ x1 ആണ്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. നിങ്ങൾ ഇൻഡിഫറൻസ് കർവ് നോക്കാം, പ്രോപ്പർട്ടീസ് പറഞ്ഞുതരാം. എന്താണ്? ഒന്ന് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇൻഡിഫറൻസ് കർവ്. പിന്നെ എന്താണ്? കോൺവെക്സ് ടു ഒറിജിൻ ആണ്. പിന്നെ പറയുന്നത് എന്താണ്? ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെൻറ്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അതായത് IC1 പറഞ്ഞ ഇൻഡിഫറൻസ് കർവിനേക്കാളും കൂടുതൽ ഹയർ ആണ് എന്ത്? IC3 എന്ന് പറഞ്ഞ ഇൻഡിഫറൻസ് കർവ്. ഈ ഹയർ ആയി നിൽക്കുന്ന IC3 പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. പിന്നെ പറയുന്നത് ഇൻഡിഫറൻസ് കർവ് തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല? ഡു നോട്ട് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ആ ഇൻഡിഫറൻസ് കർവുകൾ തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടില്ല. പിന്നെ ഒരു സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, അതായത് ഒന്നിൽ കൂടുതൽ ഇൻഡിഫറൻസ് കർവ് ഒരു ഗ്രാഫിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഇൻഡിഫറൻസ് മാപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഡിഫറൻസ് കർവ് പഠിച്ചു, ബഡ്ജറ്റ് ലൈൻ പഠിച്ചു. ഇനി എന്താ പറയുന്നത്? കൺസ്യൂമർ ഇക്വിലിബ്രിയം. അതായത് ഈ ബഡ്ജറ്റ് ലൈനും ഗ്രാഫ് നോക്കാം. ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവുകളും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ്, ടാൻജൻറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് എന്ത് സംഭവിക്കുന്നത്? കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലാണ്. അവിടെ എന്ന് കൊടുത്ത പോയിന്റാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. അതായത് എന്താണ്? കൺസ്യൂമർ അറ്റൈൻ ഇക്വിലിബ്രിയം അറ്റ് ദ പോയിന്റ് വേർ ബഡ്ജറ്റ് ലൈൻ ഈസ് ടാൻജൻറ്റ് ടു ഇൻഡിഫറൻസ് കർവ്. ഈ ടൈമിൽ സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവാണ്. അതായത് -P1/P2. സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ എന്താ? -P1/P2 ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്താണ്? ഡെൽറ്റ x2 ബൈ ഡെൽറ്റ x1 ആയിരിക്കും. പിന്നെ പറയുന്നത് ഡിമാൻഡ് എന്താ? ഡിമാൻഡ് ഈസ് എ ഡിസയർ ബൈ വില്ലിങ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. അതായത് ഒരു ഗുഡ്സ് വാങ്ങുന്ന ടൈമിൽ അവിടെ പേ ചെയ്യാൻ നമ്മൾ എന്തായിരിക്കണം? ഒന്ന് എബിലിറ്റി ഉണ്ടായിരിക്കണം, നമുക്ക് കഴിവുണ്ടായിരിക്കണം. പിന്നെ വില്ലിങ്നെസ്, നമ്മളതിന് തയ്യാറായിരിക്കണം. ഇതാണ് ഡിമാൻഡ്. ഫങ്ഷൻ ഓഫ് ഡിമാൻഡ് ഫങ്ഷൻ എന്താ? ഫങ്ഷൻ ഓഫ് PR TCY. പ്രൈസ് റിലേറ്റഡ് ഗുഡ്സ്, പിന്നെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ക്ലൈമറ്റ് ആൻഡ് ഇൻകം. പിന്നെ പറയുന്നത് ലോ ഓഫ് ഡിമാൻഡ് എന്താ? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഈസ് കോൾഡ് ലോ ഓഫ് ഡിമാൻഡ്. അതായത് പ്രൈസും ഡിമാൻഡും, അതായത് ഒരു ഗുഡ്സിൻ്റെ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. താഴെ തന്നെ ഗ്രാഫ് നോക്കാം. അതായത് P0 ആയിരുന്നു ഒരു ഗുഡ്സിൻ്റെ പ്രൈസ്, അപ്പം Q0 ആണ് ഡിമാൻഡ്. P0 എന്നുള്ള പ്രൈസ് P1 ആയിട്ട് കുറഞ്ഞു, കമ്മോഡിറ്റിൻ്റെ പ്രൈസ് കുറഞ്ഞ ടൈമിൽ P1 എന്നുള്ളത് Q0 എത്രയായി മാറി? Q1 ആയിട്ട് ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് എന്ത് സംഭവിക്കുന്നത്? പ്രൈസും ഡിമാൻഡും തമ്മിൽ സംഭവിക്കുന്നത്. അതാണ് എന്ത്? ലോ ഓഫ് ഡിമാൻഡ്. ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണെന്നുള്ളത് മസ്റ്റ് നോക്കി വെക്കാം. പിന്നെ വരുന്നത് പ്രൈസ് എഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആൻഡ് ഇൻകം എഫക്റ്റ്. പ്രൈസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ഡിമാൻഡിൽ ചേഞ്ച് സംഭവിക്കുക, ഒരു ഗുഡ്സിൻ്റെ ഡിമാൻഡിൽ ചേഞ്ച് സംഭവിക്കുക. എന്തിൻ്റെ കാരണത്താൽ? ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് ഒരു ഗുഡ്സിൻ്റെ പ്രൈസ് കുറഞ്ഞ ടൈമിൽ നമ്മൾ എന്ത് പറയും? ആ ഗുഡ്സ് കൂടുതൽ വാങ്ങിക്കും തീരുന്നതിന് മുന്നേ. അപ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും? പ്രൈസ് കുറയുന്ന ഓഫറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ? പ്രൈസ് കുറഞ്ഞ ഒരു സാധനം നമുക്ക് ഡിമാൻഡ് കൂടുതലായിരിക്കും, കൂടുതൽ ആളുകളുണ്ടാവും. അങ്ങനെ ചേഞ്ച് സംഭവിക്കുന്നതിനാണ് എന്ത്? പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചസ് കാരണത്താൽ ഡിമാൻഡിൽ ചേഞ്ച് സംഭവിക്കാം. സെക്കൻഡ് വൺ, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിഡർ ടു കമ്മോഡിറ്റീസ് വെൻ ദർ ഈസ് എ ഫാൾ ഇൻ ദ പ്രൈസ് ഓഫ് വൺ ഓഫ് ദം ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ റിലേറ്റീവ് പ്രൈസ്. അതായത് രണ്ട് കമ്മോഡിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഗുഡ്സിൻ്റെ പ്രൈസ് കുറഞ്ഞു, ആ ഗുഡ്സിൻ്റെ പ്രൈസ് കുറഞ്ഞതിൻ്റെ കാരണത്താൽ നമ്മൾ എന്ത് ചെയ്യുക? വേറൊരു ഗുഡ്സിൻ്റെ പ്രൈസിലും ചേഞ്ച് സംഭവിക്കാം. ഇതിനാണ് എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. രണ്ട് കമ്മോഡിറ്റീസ് ഉണ്ട്. ഈ രണ്ട് കമ്മോഡിറ്റീസിൽ ഒന്നിൻ്റെ പ്രൈസിലുണ്ടായ ചേഞ്ചസ് കാരണത്താൽ മറ്റ് കമ്മോഡിറ്റിൻ്റെയും പ്രൈസിൽ ചേഞ്ച് സംഭവിക്കുന്നതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്.
പിന്നെ ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഒരു ചേഞ്ച് ഇൻ ദ ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ റിയൽ ഇൻകം ഓഫ് ദ കൺസ്യൂമറിൻ്റെ ഇൻകത്തിലുണ്ടായ ചേഞ്ചസ് കാരണത്താൽ നമ്മളുടെ ഡിമാൻഡ് ചേഞ്ച് സംഭവിക്കുക. അതായത് ഇപ്പോൾ ഒരു ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ഗുഡ്സിനാണ് നമ്മൾ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഇൻകം കുറവുള്ള ആളുകൾ എന്ത് ചെയ്യും, ഇൻഫീരിയർ ഗുഡ്സാണ് കൺസ്യൂം ചെയ്യുക. അഥവാ അവരുടെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഇവർ ചീപ്പ് റേറ്റ് മാറ്റുന്ന ഹയർ പ്രൈസിലുള്ള ഗുഡ്സിലേക്ക് മാറും. അപ്പം ഹയർ ഗുഡ്സിലുള്ള കമ്മോഡിറ്റീസിനായിരിക്കും ഡിമാൻഡ് കൂടാം. അപ്പം ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ചസ് കാരണത്താൽ ഡിമാൻഡിലും ചേഞ്ച് സംഭവിക്കാം. ഇതാണ് ഇൻകം എഫക്റ്റ്. ഇതിൻ്റെ ഗ്രാഫാണ് താഴെ തന്നിട്ടുള്ളത്. ഇക്ഷ്യൻ അപ്രോച്ച് എന്നൊക്കെ ഇതിനെ അറിയപ്പെടാറുണ്ട്. പിന്നെ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിൻ്റെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒന്ന് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, അതായത് ഒരു കമ്മോഡിറ്റിൻ്റെ പ്രൈസ് നോക്കിയിട്ട് നമ്മളറിയും വില കുറഞ്ഞ സാധനത്തിന് ഡിമാൻഡ് കൂടുതലായിരിക്കും. അങ്ങനെ പ്രൈസിനെ റിലേറ്റ് ചെയ്തിട്ട് ഡിമാൻഡ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻകം ഓഫ് ദ കൺസ്യൂമറിൻ്റെ ഇൻകത്തിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഡിമാൻഡിൽ ചേഞ്ച് സംഭവിക്കും. അതായത് നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അരി പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇൻകത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നോർമൽ ഗുഡ്സാണ്. ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വാങ്ങും, ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കുറയ്ക്കും. അങ്ങനെ നോർമൽ ഗുഡ്സാണ് നമുക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങളായിരിക്കും വരാം. ഇൻഫീരിയർ ഗുഡ്സാണ് ചീപ്പ് റേറ്റിൽ വരുന്ന ഗുഡ്സ്. അതായത് ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കൺസ്യൂം ചെയ്യും, ഇൻകം കൂടി കഴിഞ്ഞാൽ ഇൻഫീരിയർ ഗുഡ്സ് നമ്മൾ വാങ്ങിക്കില്ല. അങ്ങനത്തെ ഗുഡ്സുകളിൽ ചേഞ്ചസ് സംഭവിക്കും. എന്തിൻ്റെ കാരണത്താൽ, ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ചസ് കാരണത്താൽ. പിന്നെ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിന് പകരം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ചായക്ക് നല്ല വില കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യും, തൽക്കാലം കോഫി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്താണ്, ഒന്നിന് പകരം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പം കാറിൽ പോകുന്ന ഒരാൾക്ക് പെട്രോൾ നല്ല ഹൈ റേറ്റ് ആണെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനൊരു ബസ്സിൽ പോകാമെന്നുള്ളൊരു തീരുമാനം എടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഒന്നിന് പകരം ഒന്ന്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിനൊന്ന് മസ്റ്റാണ്. എന്താ, ഇപ്പം പെന്നിൻ്റെ കൂടിന് എന്താ റേറ്റ് കൂടുതലാണ്, പക്ഷേ ഇങ്ക് അവിടെ മസ്റ്റാണ്. ഇങ്കിൻ്റെ റേറ്റിന് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും നമ്മളത് പർച്ചേസ് ചെയ്യും. പെന്നിൻ്റെ കൂടുണ്ടോ ഇങ്ക് മസ്റ്റാണ്. അതേമാതിരി കാർ ഉണ്ടായിട്ട് കാര്യമുണ്ടോ, കാറിന് പെട്രോൾ വേണം. അങ്ങനെ ഒന്നിനൊന്ന് മസ്റ്റായിട്ട് വരാൻ അതിനാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ ടേസ്റ്റിനനുസരിച്ചായിട്ട് നമ്മളൊരു ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്നത്, ഡിമാൻഡ് ചെയ്യുന്നത്. ഇനി ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് പറയുന്നത്. ഡിമാൻഡിൽ ഒറ്റ ഡിമാൻഡ് കർവിൽ തന്നെ മൂവ്മെൻറ്റ് സംഭവിക്കും, അപ്വേർഡ് മൂവ്മെൻറ്റും ഡൗൺവേർഡ് മൂവ്മെൻറ്റും. പിന്നെ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് സംഭവിക്കും, അപ്വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഡൗൺവേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഫസ്റ്റ് വൺ പറയുന്നത് മൂവ്മെൻറ്റ് എലോങ് ഡിമാൻഡ് കർവാണ്. ഗ്രാഫ് നോക്കാം. മൂവ്മെൻറ്റ് എലോങ് ഡിമാൻഡ് കർവിൽ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് ഉണ്ട്, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ഉണ്ട്. എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പ്രൈസ് ഫാൾ ചെയ്തതിൻ്റെ കാരണത്താൽ ഡിമാൻഡ് കർവിൽ എന്ത് സംഭവിക്കുക, ഡൗൺവേർഡ് മൂവ്മെൻറ്റ് സംഭവിക്കുക. ഡൗൺവേർഡ് മൂവ്മെൻറ്റ് എലോങ് ദ ഡിമാൻഡ് കർവ് ഡ്യൂ ടു ഫാൾ ഇൻ പ്രൈസ് കുറഞ്ഞതിൻ്റെ കാരണത്താൽ ഡിമാൻഡ് കർവ് ഡൗൺവേർഡിലേക്ക് മൂവ് ചെയ്യുന്നതിനാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് പറഞ്ഞാൽ എന്താ, പ്രൈസ് കൂടുന്നതിൻ്റെ കാരണത്താൽ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡാണ് സംഭവിക്കുന്നത്. പ്രൈസ് കൂടിയതിൻ്റെ കാരണത്താൽ ഡിമാൻഡ് കർവിൽ എന്ത് സംഭവിക്കുക, അപ്വേർഡ് മൂവ്മെൻറ്റ് സംഭവിക്കുന്നതിനാണ് നമ്മൾ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ഈസ് ദ അപ്വേർഡ് മൂവ്മെൻറ്റ് എലോങ് ദ ഡിമാൻഡ് കർവ് ഡ്യൂ ടു റൈസ് ഇൻ പ്രൈസ്. പിന്നെ വരുന്നത് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവാണ്. രണ്ട് ടൈപ്പിലാണ് ഷിഫ്റ്റ് സംഭവിക്കുന്നത്, ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ഡിക്രീസ് ഇൻ ഡിമാൻഡ്. അതായത് നോൺ പ്രൈസ് ഫാക്ടേഴ്സ്, അതായത് ഡിമാൻഡ് പോലുള്ള കാര്യങ്ങൾ എന്ത് സംഭവിക്കുക, അതിൽ ചേഞ്ചസ് സംഭവിക്കുക. ഡിമാൻഡിലൊക്കെ ചേഞ്ചസ് സംഭവിക്കുന്നതിൻ്റെ കാരണത്താൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ഡിമാൻഡ് കർവ് അപ്വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. പിന്നെ ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡിലേക്ക് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. അതായത് നോൺ പ്രൈസ് ഫാക്ടേഴ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് സംഭവിച്ചതിൻ്റെ കാരണത്താൽ ഡിമാൻഡ് കർവ് ഡൗൺവേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്നാണ് പറയുന്നത്. പിന്നെ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് ചേഞ്ച് ഇൻ പ്രൈസിൻ്റെ കാരണത്താൽ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്തൊക്കെ ചേഞ്ചസാണ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിലൂടെ നമ്മൾ കാണുന്നത്.
5 ടൈപ്പ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡാണ് പറയുന്നത്. ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഫസ്റ്റ് വൺ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചിനേക്കാൾ കൂടുതൽ എന്ത് സംഭവിക്കുക? ഡിമാൻഡിൽ ചേഞ്ച് സംഭവിക്കുന്നതിന് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നു. പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചിനേക്കാൾ കൂടുതൽ ചേഞ്ച് എന്തിൽ? ക്വാണ്ടിറ്റി ഡിമാൻഡിൽ സംഭവിക്കാം. അതാണ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചിനേക്കാൾ കുറവ് ചേഞ്ചസ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ സംഭവിക്കുന്നതിനാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് പ്രൈസിലും ക്വാണ്ടിറ്റിയിലും സെയിം ലെവൽ ഓഫ് ചേഞ്ചസ് സംഭവിക്കുന്നതിനാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസിൽ ചെറിയ ചേഞ്ച് ഉണ്ടാവുള്ളൂ, പക്ഷേ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഇൻഫൈനൈറ്റ് ചേഞ്ചസ് സംഭവിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇൻഫൈനൈറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡാണ് പ്രൈസ് എന്നാണ് എഴുതിയത്, തെറ്റിപ്പോയത് കേട്ടോ. പിന്നെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ പ്രൈസ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് അൺഅഫക്റ്റഡ്. പ്രൈസിൽ ചേഞ്ച് സംഭവിക്കും, പക്ഷേ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്താ? അൺഅഫക്റ്റഡ് ആയിരിക്കും. അതിൻ്റെ 5 ഗ്രാഫുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രൈസിനേക്കാൾ കൂടുതൽ ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ്. അതായത് P1 P2 ആണതിനെക്കാളും ചേഞ്ച് കൂടുതൽ എന്തിൽ സംഭവിക്കുന്നുണ്ട്? Q1 Q2ൽ സംഭവിക്കുന്നുണ്ട്. സെക്കൻഡ് വൺ ഇൻഇലാസ്റ്റിക്. അതായത് പ്രൈസിനേക്കാളും കുറവ് ചേഞ്ച് എന്തിൽ സംഭവിക്കുള്ളൂ? ക്വാണ്ടിറ്റിയിൽ സംഭവിക്കുള്ളൂ. അതായത് P1 P2വിനേക്കാൾ കുറച്ച് ചേഞ്ച് എന്തിൽ സംഭവിക്കുന്നുള്ളൂ? Q1 Q2ൽ സംഭവിക്കുന്നുള്ളൂ. പിന്നെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്താണ്? അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇതാക്കി അൺഅഫക്റ്റഡ് ആയിരിക്കും, പ്രൈസിൽ നല്ല ചേഞ്ച് സംഭവിക്കുക. പ്രൈസിൽ ചേഞ്ച് സംഭവിക്കലും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ അൺഅഫക്റ്റഡും ആണെങ്കിൽ അതിന് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് പറയുന്നത്. പിന്നെ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എങ്ങനെയാണ്? അതായത് രണ്ടിലും ഈക്വലായിട്ട് ചേഞ്ച് സംഭവിക്കുക. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിലുണ്ടാകുന്ന ചെറിയ ചേഞ്ചസ് കാരണത്താൽ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഇൻഫൈനൈറ്റ് ചേഞ്ചസ് സംഭവിക്കുന്നതിനാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. പിന്നെ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഒന്ന് പെർസെൻറ്റേജ് മെത്തേഡാണ്. അതായത് ഡെൽറ്റ Q ബൈ Q ബൈ ഡെൽറ്റ P ബൈ P ഈക്വൽ ടു ഡെൽറ്റ Q ബൈ ഡെൽറ്റ P ഇൻറ്റു P ബൈ Q ആണ്. ഓക്കെ. പിന്നെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം E ഈക്വൽ ടു ഇലാസ്റ്റിറ്റി ഈക്വൽ ടു P ഇൻറ്റു Q ആണ്. ജിയോമെട്രിക് മെത്തേഡ് പ്രകാരമാണ് ലോവർ സെഗ്മെൻറ്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെൻറ്റ്. മെഷർമെൻറ്റ് ഓഫ് ഇലാസ്റ്റിറ്റി അലോങ് ലീനിയർ ഡിമാൻഡ് കർവ്. അതായത് നിങ്ങളിപ്പോൾ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് പറഞ്ഞില്ലേ, ഇൻഫൈനൈറ്റ് വരുന്നത് ഏതാണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അതിൽ ഇൻഫൈനൈറ്റ് ആയിരിക്കും ടോപ്പിൽ വരാം, പിന്നെ ഗ്രേറ്റർ ദാൻ 1 ഈക്വൽ ടു 1 ലെസ് ദാൻ 1 ഈക്വൽ ടു 0. ഇതെല്ലാം ഏതാണെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ട്. ഈ വാല്യൂസ് വരുന്നത് ഏതാണെന്നുള്ളത്. അതായത് ഈക്വൽ ടു 1 ആവുന്ന ടൈമിൽ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആവുന്ന ടൈമിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും, ലെസ് ദാൻ 1 ആകുമ്പോൾ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും, ഇൻഫൈനൈറ്റ് ആകുമ്പോൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, 0 എന്ന് പറയുന്ന ടൈമിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. അതാണ് ലീനിയർ ഡിമാൻഡ് കർവ്. പിന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. അതായത് ഒരു ഗുഡ്സിനെ പ്രൈസ് ഇലാസ്റ്റിറ്റി എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നേച്ചർ ഓഫ് ദ ഗുഡ്സ്. അതായത് ഗുഡ്സിൻ്റെ നേച്ചർ എങ്ങനെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ ഫേസ് ചെയ്തിട്ട്. പിന്നെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടോ? അതായത് അതിന് പകരം വെക്കാൻ വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയ ഗുഡ്സുകളുണ്ടോ, അതിൻ്റെ അവൈലബിലിറ്റിനെ നോക്കും. ഇൻകം ഓഫ് ദ കൺസ്യൂമർ, പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. ഒരു ഗുഡ്സിൻ്റെ